ഇന്ന് ദേശീയ പതാക ദിനം. സ്വാതന്ത്ര്യ സമരത്തിന്റെ സമ്പന്ന ചരിത്രം പേറുന്ന നമ്മുടെ ത്രിവർണ്ണ പതാകയെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് ഓരോ ഭാരതീയന്റെയും കടമ. അതേക്കുറിച്ച് അറിയേണ്ടതാണ്. 1947 ജൂലൈ 22-നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഇന്ത്യയുടെ ദേശീയ പതാകയായി നമ്മൾ ഇന്ന് കാണുന്ന ത്രിവർണ്ണ പതാകയെ അംഗീകരിക്കുന്നത്. എന്നാൽ നമ്മുടെ രാജ്യത്തെ പോലെ തന്നെ നമ്മുടെ ദേശീയ പതാകയ്ക്കും സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും പതിറ്റാണ്ടുകൾ മുൻപേയുള്ള ചരിത്രം. സ്വാമി വിവേകാനന്ദൻ ശിഷ്യയായ സിസ്റ്റർ നിവേദിതയാണ് ആദ്യമായി ദേശീയ പതാക വിഭാവനം ചെയ്യുന്നത്. ചുവപ്പും മഞ്ഞയും കലർന്ന പതാകയിൽ ഇന്ദ്രദേവന്റെ വജ്രായുധവും നടുവിൽ വെളുത്ത താമരയും ഉള്ളതായിരുന്നു ആദ്യ പതാക. നടുവിലായി ബംഗാളി ഭാഷയിൽ വന്ദേ മാതരമെന്ന് എഴുതിയിരുന്നു. ഈ പതാക സിസ്റ്റർ നിവേദിതയുടെ പതാക എന്നറിയപ്പെട്ടു. പിന്നാലെ 1906 കൊൽക്കത്തയിൽ മറ്റൊരു പതാക അവതരിപ്പിക്കപ്പെട്ടു. നീലയും മഞ്ഞയും ചുവപ്പും നിറങ്ങളടങ്ങിയ ഭാരതത്തിലെ ആദ്യ ത്രിവർണ്ണ പതാക. നീലയിൽ 8 നക്ഷത്രങ്ങളും നടുവിൽ വന്ദേമാതരവും ചുവപ്പ് നിറത്തിൽ സൂര്യനും ചന്ദ്രക്കലയും നക്ഷത്രവും ഉള്ളതായിരുന്നു ഇത്. തുടർന്ന് ഓഗസ്റ്റ് 7-ന് കൊൽക്കത്തയിലെ പാർസി ബഗാൻ സ്ക്വയറിലാണ് ഭാരതത്തിന്റെ ആദ്യ ദേശീയ പതാക ഉയർന്നത്. ചുവപ്പ്, മഞ്ഞ, പച്ച നിറങ്ങളിലുള്ള ഈ പതാകയിൽ നടുവിലായി വന്ദേമാതരം എന്ന എഴുത്തും പച്ചവർണ്ണത്തിൽ പകുതി തുറന്ന 8 താമരയുടെ ചിത്രവും ചുവപ്പ് നിറത്തിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ചിഹ്നങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഈ പതാക കൽക്കട്ട പതാക അഥവാ താമര പതാക എന്നറിയപ്പെടുന്നു. 1907 ഓഗസ്റ്റ് 22-നാണ് വിദേശ മണ്ണിൽ ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തപ്പെട്ടത്. മാഡം ഭിക്കാജി കാമയും വീർ സവർക്കറും ശ്യാംജി കൃഷ്ണ ശർമ്മയും ചേർന്ന് രൂപകൽപ്പന ചെയ്ത ഈ പതാകയിലാണ് ആദ്യമായി കാവി നിറം അവതരിപ്പിക്കപ്പെട്ടത്. ഇത് ബെർലിൻ കമ്മിറ്റി പതാക എന്ന പേരിൽ അറിയപ്പെടുന്നു. 1917 ഹോം റൂൾ മൂവ്മെന്റിന്റെ ഭാഗമായി ഡോക്ടർ ആനി ബസന്റും ലോകമാന്യ തിലകും മറ്റൊരു പതാക സ്വീകരിച്ചു. ചുവപ്പും പച്ചയും കൊണ്ടുള്ള വരകളിൽ ഇടതുവശത്തായി ബ്രിട്ടീഷ് രാജ്യത്തിന്റെ പതാകയുടെ ചിഹ്നവും ചന്ദ്രക്കലയും നക്ഷത്രവും നീളത്തിൽ സപ്തഋഷികളെ സൂചിപ്പിക്കുന്ന 7 നക്ഷത്രങ്ങളുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പതാക ജനങ്ങൾക്കിടയിൽ പ്രചാരം നേടിയില്ല. 1921-ലാണ് സ്വരാജ് പതാക നിലവിൽ വരുന്നത്. മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ച് രൂപകൽപ്പന ചെയ്ത പതാകയിൽ ചുവപ്പ്, പച്ച, വെള്ള നിറങ്ങളും ചർക്കയുമാണ് ഉണ്ടായിരുന്നത്. ഈ പതാക ഗാന്ധി പതാക, ചർക്ക പതാക എന്നിങ്ങനെ അറിയപ്പെടുന്നു. ദേശീയ പതാകയുടെ ചരിത്രത്തിൽ നിർണായകമായ വർഷമാണ് 1931. ഇന്ത്യൻ ദേശീയ പതാകയുടെ പിതാവായ പിംഗ്ലി വെങ്കയ്യ ഒരു പതാകയ്ക്ക് രൂപം നൽകി. കുങ്കുമം, വെള്ള, പച്ച നിറങ്ങളടങ്ങിയ ആ പതാകയുടെ നടുവിലും ചർക്കയാണ് ഉണ്ടായിരുന്നത്. മുകളിലെ കുങ്കുമ നിറം ശക്തിയെയും ധൈര്യത്തെയും സൂചിപ്പിക്കുന്നു. വെളുത്ത നിറം സത്യവും നീതിയും ധർമ്മവും സമാധാനവും സൂചിപ്പിക്കുന്നു. പച്ച നിറം സൂചിപ്പിക്കുന്നതാവട്ടെ ഭൂമിയുടെ വളർച്ചയും ഫലഭൂയിഷ്ഠതയും ഐശ്വര്യവുമാണ്. വർഷങ്ങൾ നീണ്ട പഠനത്തിനും പ്രയത്നത്തിനുമൊടുവിലാണ് പിംഗ്ലി വെങ്കയ്യ ഈ പതാക നിർമ്മിച്ചെടുത്തത്. അതേ വർഷം തന്നെ ഈ പതാക ദേശീയ പതാകയായി അംഗീകരിക്കുന്നതിനുള്ള പ്രമേയവും പാസായി. 1947 സ്വതന്ത്ര ഭാരതത്തിന് ഒരു പതാക വേണമെന്ന ആവശ്യം ഉയർന്നതിനെ തുടർന്നാണ് ഈ ത്രിവർണ്ണ പതാക എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടത്. എന്നാൽ ചർക്കയ്ക്ക് പകരം അശോക ചക്രവർത്തിയുടെ ധർമ്മചക്രം ദേശീയ പതാകയുടെ ചിഹ്നമായി സ്വീകരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ദേശീയ പതാക പിറവിയെടുക്കുന്നത്. സ്വാതന്ത്ര്യദിനമോ റിപ്പബ്ലിക് ദിനമോ പോലുള്ള അവസരങ്ങളിൽ മാത്രമല്ല, ദിവസവും ദേശീയ പതാകയെ ബഹുമാനിക്കുന്നവരാണ് നമ്മൾ ഭാരതീയർ. രാജ്യത്തിന്റെ പരമാധികാരത്തെയും ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതീകമായി ഇന്ത്യൻ ത്രിവർണ്ണ പതാക വാനിൽ പാറിക്കളിക്കുന്നു. പതിറ്റാണ്ടുകളായി ത്രിവർണ്ണ പതാകയെ അതിന്റെ പൂർണ്ണ മഹത്വത്തിൽ പറക്കാൻ ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറാകുന്ന ധീര സൈനികരെയും ഈ ദിവസം സ്മരിക്കാതിരിക്കാനാകില്ല. ന്യൂസ് ഡെസ്ക്, ജനം.